ടാലി പ്രൈം ആൻഡ് ടാലി ERP9 ഇതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഇപ്പം നിങ്ങൾക്കറിയാം, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതുമായിട്ടുള്ള ആളുകൾക്കറിയാം ടാലി ERP9 ഉടൻ തന്നെ ടാലി പ്രൈമിലേക്ക് നമ്മൾ മാറാൻ പോവുകയാണ്. എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പുതിയൊരു വേർഷനിലേക്ക് വരുമ്പം പഴയതിൽ നിന്ന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, അതെങ്ങനെയാണ് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു പരിഭ്രമമൊക്കെ മാറ്റാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. ഞാനിപ്പം ടാലി ERP9 ഗേറ്റ് വേ ഓഫ് ടാലി എന്നുള്ള സ്ക്രീനാണ് കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അറിയാം. ഇതിൻ്റെ ടോപ്പ് മെനു ഉണ്ട്. ടോപ്പ് മെനുവിൽ പ്രിൻ്റ്, എക്സ്പോർട്ട്, ഇമെയിൽ, അപ്ലോഡ്, ടാലി ഷോപ്പ്, ലാംഗ്വേജ്, കീബോർഡ്, കൺട്രോൾ സെൻട്രൽ, സപ്പോർട്ട് സെൻറ്റർ, ഹെൽപ്പ്. അതുകൂടാതെ ബട്ടൺ പാനലുണ്ട്. ബട്ടൺ പാനലിൽ F1 ഓൾട്ട് F1 ആണ് ഷട്ട് കമ്പനി, F2 ഡേറ്റ്, ഓൾട്ട് F2 പീരീഡ് ചേഞ്ച് ചെയ്യാൻ, ഓൾട്ട് F3 കമ്പനി ഇൻഫോ, F4 കണക്റ്റ്, മറ്റുള്ള ഇനാക്റ്റീവ് ആയിട്ടുള്ള ബട്ടൺസ് കാണാം, F11 ഫീച്ചേഴ്സ് ആൻഡ് F12 കോൺഫിഗറേഷൻ. ഇതാണ് നമ്മുടെ ടാലി ERP9 ഗേറ്റ് വേ ഓഫ് ടാലി. ഇത് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം ഇല്ലേ? പക്ഷേ ടാലി പ്രൈമിൻ്റെ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ കുറേ വ്യത്യാസമുണ്ട്. നമുക്ക് ടോപ്പ് മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ കമ്പനി, ഡേറ്റ, എക്സ്ചേഞ്ച്, ഗോ ടു എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ബട്ടൺ ഇവിടെ വന്നിട്ടുണ്ട്. ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഇമെയിൽ, പ്രിൻ്റ് അതേപോലെ തന്നെ ഉണ്ട്. റൈറ്റ് സൈഡിൽ F2 ഡേറ്റ്, F3 കമ്പനി എന്നുള്ള രീതിയിൽ നമുക്ക് ഡേറ്റിൻ്റെയും കമ്പനിക്കും വേണ്ടി ഒരു പ്രത്യേകമായിട്ടൊരു ബട്ടൺ വന്നു. F11 ആൻഡ് F12 കോൺഫിഗറേഷൻ ഇവിടെ ഇല്ല. ഇനിയും F2ൻ്റെ ഇവിടെ ഒരു ലെഫ്റ്റിലേക്കൊരു ആരോ നിങ്ങൾക്ക് കാണാം, കണ്ടോ? അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഡേറ്റും പീരീഡും അവിടെ വന്നിട്ടുണ്ട്. അതായത് F2ഉം ഓൾട്ട് F2ഉം ഇവിടെ തന്നെയുണ്ട്. കമ്പനിയിലേക്ക് പോയി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി, സെലക്ട് കമ്പനി, ഷട്ട് കമ്പനി. നമ്മൾ ടാലി ERP9 ഷട്ട് കമ്പനി പറഞ്ഞത് എന്തായിരുന്നു? ഓൾട്ട് F1 ആയിരുന്നു. ഇവിടെ കൺട്രോൾ F3 ആണ്. പക്ഷേ ഓൾട്ട് F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കാകുകയും ചെയ്യും. പക്ഷേ പുതിയ കീ കൺട്രോൾ F3 ആണെന്നുള്ളത് കാണിക്കുകയും ചെയ്യും. ഓൾട്ട് F3 സെലക്ട് കമ്പനിയായി. F1 ആയിരുന്നു സെലക്ട് കമ്പനി ഇല്ലേ? ടാലി ERP9 ഈ ഒരു കീയൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടത്? F1 സെലക്ട് കമ്പനി, ഓൾട്ട് F1 ഷട്ട് കമ്പനി, F2 ഡേറ്റ്, ഓൾട്ട് F2 പീരീഡ്, ഓൾട്ട് F3 കമ്പനി എന്നുള്ള രീതിയിലായിരുന്നു കണ്ടത് ഇല്ലേ? പക്ഷേ അതെല്ലാം മാറിയിട്ട് 2 കീ ആയിട്ട് മാറിയിരിക്കുകയാണ് ടാലി പ്രൈമിൽ. ഇനി നമുക്ക് കമ്പനിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു മെനു ഉണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി മെനു നിങ്ങൾക്ക് കാണാം. ക്രിയേറ്റ്, ഓൾട്ടർ, ചേഞ്ച്, ഷട്ട്, സെലക്ട്, കണക്റ്റ്, റിമോട്ട് ആക്സസ്, F11 ഫീച്ചേഴ്സ്, സെക്യൂരിറ്റി, ടാലി വോൾട്ട്, ഓൺലൈൻ ആക്സസ് എന്നുള്ള കോൺസെപ്റ്റിൽ കമ്പനിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു മെനു ലെഫ്റ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടെ കമ്പനി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സെലക്ട് കമ്പനി, ഷട്ട് കമ്പനി, കമ്പനി മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കമ്പനി നമുക്കൊന്ന് ഓൾട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കമ്പനിയിലേക്ക് പോവുക, അവിടെയാണ് ഓൾട്ടർ. കമ്പനി മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയാണ് ഓൾട്ടർ. ചേഞ്ച് വേണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് നോക്കാം. സെലക്ട് കമ്പനി കണ്ടോ? സെലക്ട് കമ്പനി F1 ആയിരുന്നു. ഇവിടെ നോക്കിയേ, സെലക്ട് കമ്പനി ഓൾട്ട് F3 ആണ്. ഓൾട്ട് F3 പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നിലവിലുള്ള ഡയറക്ടറി പാത്തിനകത്ത് തന്നെ കാണാം ടാലി പ്രൈം ഡേറ്റ. പക്ഷേ നമ്മുടെ ടാലി ERP9 F1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ സെലക്ട് കമ്പനി കാണാം ഇല്ലേ? എന്താണ് ERP9 ടാലി പ്രൈമും തമ്മിലുള്ള സെലക്ട് കമ്പനിയിലെ വ്യത്യാസമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ടാലി ERP9 പോയിട്ട് ടാലി പ്രൈമിലേക്ക് വരാം. ടാലി ERP9 F1 എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സെലക്ട് കമ്പനി എന്ന് പറയുന്ന ഭാഗം വരും. അതിനെ ബാക്ക് സ്പേസ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ പാത്ത് ഇവിടെ മാറ്റി കൊടുക്കാം. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് മാറാമായിരുന്നു അല്ലേ? അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ടാലി പ്രൈമിനകത്താണെങ്കിൽ കുറേ കൂടെ ആക്സസബിലിറ്റി ഉണ്ട്. നമുക്ക് ഡ്രൈവ് സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ആക്സസബിലിറ്റി ഉണ്ട്. ഇവിടെ നമുക്ക് പോയി ആ പാത്ത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് നമുക്ക് ഡി ഒരു ഡ്രൈവിനകത്തുണ്ടെങ്കിൽ ആ ഡി ഡ്രൈവ് /ടാലി ERP9/data എന്നുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പക്ഷേ നമുക്ക് അവിടെ മൗസ് ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് എവിടേക്ക് പോകാൻ പറ്റും? ടാലി പ്രൈമിൽ പോകാൻ പറ്റും. നോക്കൂ, ടാലി പ്രൈമിൽ എങ്ങനെയാണ് നമുക്ക് സെലക്ട് കമ്പനിയിലേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ടാലി പ്രൈമിൽ F3 എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ
ക്രിയേറ്റ് കമ്പനിയുണ്ട്, ഓൾട്ടർ കമ്പനിയുണ്ട്, സെലക്ട് കമ്പനിയുണ്ട്, ഷട്ട് കമ്പനിയുണ്ട്. ഞാൻ സെലക്ട് കമ്പനിയിലേക്ക് പോകുന്നു. സെലക്ട് കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഡിയിലാണ് ടാലി പ്രൈം എന്നുള്ള ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതിൽ ഡേറ്റയിലാണ്. ഇവിടെ നമുക്ക് പുതുതായിട്ടൊരു ബട്ടൺ കൂടെ വന്നിട്ടുണ്ട്, അപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം. ഈ അപ്പ് എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ടാലി പ്രൈം ഡേറ്റ എന്നുള്ള ടാലി പ്രൈമിൻ്റെ ഫോൾഡറിലേക്ക് വരും. വീണ്ടും ഞാൻ ആപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ ഡി കോളത്തിലേക്ക് വന്നു. വീണ്ടും ഞാൻ ആപ്പ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള ഡ്രൈവുകളെല്ലാം ലിസ്റ്റ് ചെയ്യും. ഇതിൽ നമുക്ക് ഈ ഡ്രൈവിലേക്കാണോ പോകേണ്ടതെങ്കിൽ ഈ ഡ്രൈവ് ഓപ്പൺ ചെയ്യാം. ഈ ഡ്രൈവ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്ത് ഏതെങ്കിലും ടാലിയുടെ ഫോൾഡറിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ആ രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും. എസ്കേപ്പ് കീ തന്നെയാണ് എക്സിറ്റ് ആകാൻ വേണ്ടിയുള്ള ഭാഗം. ഇനി ഓൾട്ടർ ചെയ്യാനുള്ള ഭാഗം ഇവിടെ തന്നെയുണ്ട്. ഓൾട്ടർ എടുത്തു കഴിഞ്ഞാൽ ടാലി പ്രൈം എന്ന് പറയുന്ന കമ്പനിയെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റും. കൺട്രോൾ എ തന്നെയാണ് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയുള്ള ഷോർട്ട് കീ, അതിനകത്ത് മാറ്റമില്ല. ദെൻ ഷട്ട് കമ്പനി എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇവിടെ പുതുതായിട്ടൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ കമ്പനി എന്ന് പറയുന്ന മെനുവിലെ ഭാഗം. ഇനി കമ്പനി എന്നുള്ള മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ സെലക്ട്, ഷട്ട്, ചേഞ്ച് എന്ന് പറഞ്ഞൊരു ഭാഗമൊക്കെ ഉണ്ട്. നമ്മളിപ്പം ചേഞ്ച് കമ്പനി, പുതിയ കമ്പനിയിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി കമ്പനിയിൽ കണക്റ്റ് കമ്പനി, ഇവിടെയാണ് ഓൺലൈൻ ആക്സസ് ഒക്കെ. നമുക്കൊരു സിസ്റ്റത്തിൽ നിന്ന് വേറൊരു സിസ്റ്റത്തിലേക്ക് ഓൺലൈൻ ടാലി .NET ഫെസിലിറ്റി പോലെയൊക്കെ റിമോട്ട് ആക്സസ് ഒക്കെ ചെയ്യാനുള്ള ഭാഗം ഓൺലൈൻ ആക്സസ് ഇവിടെയുണ്ട്. അല്ലെങ്കിൽ വേറൊരു ക്ലയൻറ്റിലേക്കൊക്കെ ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയുണ്ട്. നമുക്കിവിടെ ഫീച്ചേഴ്സ് മെനു ഉണ്ട്. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം സാധാരണ ഡീഫോൾട്ടായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, ഇല്ലേ? ഇപ്പോൾ നമ്മൾ ടാലി ERP9 എഫിലോൺ എടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടെ കാണാം. പക്ഷേ ഇവിടെ അത്യാവശ്യമായിട്ടുള്ള ഫീച്ചേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമുക്ക് കൂടുതൽ ഫീച്ചേഴ്സിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഷോ മോർ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ AS എന്നുള്ള ബട്ടൺ വരും. AS ആക്കി കൊടുക്കുക. AS ആക്കി കൊടുക്കുമ്പോൾ അത്യാവശ്യം കുറച്ചുകൂടെ കാര്യങ്ങൾ എനേബിൾ ആവും. ഇനി എല്ലാ ഫീച്ചേഴ്സും കാണണമെന്നുണ്ടെങ്കിൽ ഷോ ഓൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നൊരു ഭാഗം കൂടെയുണ്ട്. അതും കൂടെ നമ്മളൊന്ന് AS ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കാണാം. പക്ഷേ ടാലി ERP9 ജസ്റ്റ് F11 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഫീച്ചേഴ്സും കാണാമായിരുന്നു. ഇപ്പം ടാലി ERP9 ഇവിടെ ഗേറ്റ് വേ ഓഫ് ടാലിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടുന്ന് F11 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് ഉണ്ട്, ഇൻവെൻട്രി ഫീച്ചേഴ്സ് ഉണ്ട്, സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ. ഇങ്ങനെയായിരുന്നു 3 സെഗ്മെൻ്റ് ആയിട്ടായിരുന്നു, അല്ലേ? അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഫീച്ചേഴ്സ് എല്ലാം കാണാം. താഴെ തന്നെ നമുക്ക് ബട്ടൺസ് ഉണ്ട്. F2 ഇൻവെൻട്രി ഫീച്ചേഴ്സ് കാണാം, F3 സ്റ്റാറ്റ്യൂട്ടറി ഫീച്ചേഴ്സ് കാണാം, F6 ആഡ് ഓൺ ഫീച്ചേഴ്സ് കാണാം. ഇങ്ങനെയായിരുന്നു നമ്മുടെ ERP9 ഫീച്ചേഴ്സ്. അതെല്ലാം കൂടെ ഒരൊറ്റ കീയിലാക്കി. അപ്പം നമുക്ക് ടാലി ERP9 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെല്ലാം നമ്മൾ ഒറ്റ ഇതിലേക്ക് മാറ്റി ടാലി പ്രൈമിൽ. ഇപ്പം ടാലി പ്രൈം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് കുറച്ച് കാര്യം കൂടെയൊക്കെ ഇതിൽ കാണാതെ ഉണ്ട്. പക്ഷേ അതൊക്കെ അതാത് ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യുമ്പം അത് ഓട്ടോമാറ്റിക്കലി അവിടെ ആക്റ്റീവായിട്ട് വരും. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം. ഇത് കണ്ടോ, മോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ GSTയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇവിടെ കാണാം. ഓക്കെ, നമുക്ക് ഒന്ന് എസ്കേപ്പ് ചെയ്ത് ഞാൻ വീണ്ടും ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് വരുന്നു. ഇനി എന്താണ് ടാലി പ്രൈമിൻ്റെ ഗേറ്റ് വേ ഓഫ് ടാലി? നോക്കിയേ, മാസ്റ്റേഴ്സ് ഉണ്ട്, ട്രാൻസാക്ഷൻ ഉണ്ട്, യൂട്ടിലിറ്റീസ് ഉണ്ട്, റിപ്പോർട്ട്സ് ഉണ്ട്. ഇതെല്ലാം അതിലും ഉണ്ടായിരുന്നു ERP9. പക്ഷേ ഇവിടെ മാസ്റ്റേഴ്സിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, ട്രാൻസാക്ഷനിൽ വ്യത്യാസങ്ങളുണ്ട്. ഡേ ബുക്ക് എന്ന് പറഞ്ഞൊരു പുതിയൊരു ഐറ്റം കാണാം. അപ്പോൾ നമുക്ക് ആദ്യം ടാലി ERP9 ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് ഒന്ന് പോയിട്ട് വരാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ എന്തായിരുന്നു? മാസ്റ്റേഴ്സ്, ട്രാൻസാക്ഷൻ, യൂട്ടിലിറ്റീസ്, റിപ്പോർട്ട്സ് ഇതായിരുന്നു. പക്ഷേ ഇവിടെ അക്കൗണ്ട്സ് ഇൻഫോയും ഇൻവെൻട്രി ഇൻഫോയും കാണാം. ടാലി പ്രൈമിൽ അതുണ്ടോ? ടാലി പ്രൈമിൽ ക്രിയേറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സ് ഇൻഫോ, ലെഡ്ജർ, ക്രിയേറ്റ് ഇതിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത്, ഇല്ലേ? നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. ക്രിയേറ്റ് ഉണ്ട്, ഡിസ്പ്ലേ ഉണ്ട്, ഓൾട്ടർ ഉണ്ട്. ഓക്കെ, ഇനിയും ഇവിടെ ഇൻവെൻട്രി ഇൻഫോ ആണെങ്കിൽ ഇൻവെൻട്രി ഇൻഫോ എടുത്തു കഴിഞ്ഞാൽ അതിൽ സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ് ഓഫ് മെഷേഴ്സ് ഇതിലേതെങ്കിലും എടുത്തിട്ട് ക്രിയേറ്റ്, ഡിസ്പ്ലേ, ഓൾട്ടർ അങ്ങനെയായിരുന്നു, അല്ലേ? ഇതാണ് ടാലി ERP9 മാസ്റ്റേഴ്സ്. പക്ഷേ ടാലി പ്രൈമിൻ്റെ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ക്രിയേറ്റ്, ഓൾട്ടർ, ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇങ്ങനെ 3 കാര്യങ്ങളായിട്ട് മാറി. ഞാൻ ക്രിയേറ്റ് ഒന്ന് എൻ്റർ ചെയ്യുക. ക്രിയേറ്റ് എൻ്റർ ചെയ്യുമ്പം നിങ്ങൾക്ക് ലിസ്റ്റ് ഓഫ് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണാം. ഗ്രൂപ്പ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, ലെഡ്ജർ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം,
കറൻസി വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇൻവെൻട്രിയിലാണെങ്കിലോ ഗ്രൂപ്പ്, കാറ്റഗറി, സ്റ്റോക്ക് ഐറ്റം, യൂണിറ്റ്, ഗോഡൗൺ, ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസും ഉണ്ട്. പക്ഷേ ഇതിൽ പുതുതായിട്ടൊരു ഭാഗമുണ്ട്, കണ്ടോ, ഷോ മോർ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. ഈ ഷോ മോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യം കൂടെ കൂടുതലായിട്ട് വരും. അവിടെ തന്നെ ഷോ ഇനാക്റ്റീവ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. നമുക്ക് ഇനാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ് മാസ്റ്റേഴ്സിലുള്ളതെന്ന് നോക്കാം. ഷോ ഇനാക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കോസ്റ്റ് കാറ്റഗറി, കോസ്റ്റ് സെൻറ്റർ ക്ലാസ്, റേറ്റ് ഓഫ് എക്സ്ചേഞ്ച്, പ്രൈസ് ലെവൽ. ഇപ്പം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്യുകയാണ്. പേറോൾ മാസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വേണം, ഇതെല്ലാം നമുക്ക് എനേബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്താൽ മതി എന്നുള്ളതാണ്. ഞാനിപ്പോൾ കോസ്റ്റ് സെൻറ്റർ എനിക്കൊന്ന് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് സെൻറ്ററിൽ വന്നിട്ട് ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ യു നീഡ് ടു എനേബിൾ കോസ്റ്റ് സെൻറ്റർ ഫീച്ചേഴ്സ് ഫോർ യുവർ കമ്പനി, എനേബിൾ നൗ എന്നുണ്ട്. ഇത് ഫീച്ചേഴ്സിൽ പോയിട്ടായിരുന്നു നമ്മൾ ERP9 ചെയ്യുന്നത് അല്ലേ. ഞാനിപ്പം വീണ്ടും ഫീച്ചേഴ്സിലേക്കൊന്ന് പോവുകയാണ്. F11 ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഫീച്ചേഴ്സിൽ പോവും. ഇവിടെ എനേബിൾ കോസ്റ്റ് സെൻറ്റർ ഉണ്ട്. ഇത് വേണമെങ്കിൽ എനിക്ക് ഏസ് ആക്കിയിട്ട് വന്നാൽ മതി ഇല്ലേ. അങ്ങനെയായിരുന്നു നമ്മൾ ERP9. പക്ഷേ നമുക്ക് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് മാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് എനേബിൾ ചെയ്യാനുള്ള ഒരു ഫീച്ചർ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇവിടെ ഇന്ന് ലെഡ്ജർ എന്നുള്ള ഭാഗത്തിലേക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നെങ്കിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. സാധാരണ ലെഡ്ജർ ക്രിയേഷൻ തന്നെയാണ്. പക്ഷേ നമ്മളെല്ലായിടത്തും എന്തായിരുന്നു, 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ക്രിയേറ്റ്, ഡിസ്പ്ലേ, ഓൾട്ടർ. അതങ്ങ് മാറി. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ, ഓൾട്ടർ ഉണ്ട്. ഓൾട്ടർ സെപ്പറേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. കാരണം ഡിസ്പ്ലേ എന്ന് പറയുന്നത് ജസ്റ്റ് കാണാൻ വേണ്ടി മാത്രമേ ഉള്ളായിരുന്നു അല്ലേ. ഇവിടെ നമുക്ക് ഡിസ്പ്ലേയും ചെയ്യാം, അതോടൊപ്പം തന്നെ ഇതിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം. ഇപ്പം ഗ്രൂപ്പാണ് എടുക്കുന്നതെങ്കിൽ ഗ്രൂപ്പിൽ ഓൾറെഡി എല്ലാ ലെഡ്ജേഴ്സും ഗ്രൂപ്പും കാണാം, എല്ലാ ഹെഡുകളും കാണാം. ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ക്യാഷ്, ഇതിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കിവിടെ അവൈലബിൾ ആണ്. ക്യാഷ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്. അത് കൂടാതെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ കാണാം. ഇപ്പം ഞാനിവിടെ ഷോ മോർ കൊടുത്തു, ഷോ ഇനാക്റ്റീവും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതും കാണാം. ഞാൻ കോസ്റ്റ് സെൻറ്റർ എടുത്തിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ നേരെ ഡയറക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് എനേബിൾ ചെയ്താൽ മതി. മറ്റേ നമ്മൾ ERP9 എങ്ങനെയായിരുന്നു, ERP9 ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നിന്ന് ആദ്യം F11 പോകും. അക്കൗണ്ട്സ് ഇൻഫോയിൽ നിന്ന് നമുക്ക് കോസ്റ്റ് സെൻറ്റർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. അക്കൗണ്ട്സ് ഇൻഫോ എടുത്തിട്ട് F11 പ്രസ് ചെയ്തു, അക്കൗണ്ടിങ് ഫീച്ചേഴ്സിലേക്ക് പോയി. അവിടെ പോയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ കോസ്റ്റ് സെൻറ്റർ ഏസ് ആക്കിയെങ്കിൽ മാത്രമേ നമുക്കിവിടെ കോസ്റ്റ് സെൻറ്റർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ഈസി ആക്സസിബിൾ ആയി. ഏതിൽ? ടാലി പ്രൈമിൽ നമുക്ക് ഇങ്ങനെ വന്ന് ഫീച്ചേഴ്സിൽ വന്ന് ആക്റ്റീവ് ആക്കണ്ട. ഓൾറെഡി നമുക്ക് ആ മാസ്റ്റേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചാർട്ട് ഓഫ് അക്കൗണ്ട് ഉണ്ട്. ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ ഗ്രൂപ്പിൻ്റെ എത്രയാണ് 28 അക്കൗണ്ട്സ് ഗ്രൂപ്പ്, ആ കാര്യങ്ങൾ നമുക്കിവിടെ കാണിക്കും. പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ലെഡ്ജേഴ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കും. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് വന്നേക്കുന്നൊരു ഭാഗം നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലി തന്നെ ഡേ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഡേ ബുക്ക് ഇവിടെ ഉണ്ട്. നേരെ ഡേ ബുക്ക് ഇവിടെ നിന്ന് തന്നെ പോകാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ തന്നെ ഡേ ബുക്ക് പോകാം. ERP9 എവിടെയായിരുന്നു? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ ഡിസ്പ്ലേയിലായിരുന്നു ഡേ ബുക്ക്. അത് നമുക്ക് നോക്കാം. ERP9 എവിടെയായിരുന്നു? ഗേറ്റ് വേ ഓഫ് ടാലിയിൽ അവിടെ ഡിസ്പ്ലേയിലായിരുന്നു ഡേ ബുക്ക് ഇല്ലേ. അത് ഡയറക്റ്റ്ലി നമ്മുടെ പ്രൈമിൽ എവിടേക്ക് കൊണ്ടുവന്നു? ഗേറ്റ് വേ ഓഫ് ടാലിയിലേക്ക് കൊണ്ടുവന്നു. കണ്ടോ? അപ്പോൾ നേരെ ഡയറക്റ്റ് നമുക്ക് ഇവിടുന്ന് ഡേ ബുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. ദെൻ ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതേപോലെയുണ്ട്. ബാങ്ക് റെക്കൺസിലേഷനും ഉണ്ട്. ടാലി ERP9 ഇതേ കാര്യങ്ങളുണ്ടായിരുന്നു. നമുക്കിവിടെ ബാങ്ക് റെക്കൺസിലേഷൻ, ആ ബാങ്ക് റെക്കൺസിലേഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ബാങ്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഫെഡറൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് ഞാൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, ഞാൻ അക്കൗണ്ട് നമ്പറൊന്നും ഞാനിപ്പം സെറ്റ് ചെയ്യുന്നില്ല. അതെല്ലാം അക്കൗണ്ട് നമ്പർ എല്ലാം കൊടുക്കണം. ദെൻ നമ്മൾ സേവ് ചെയ്യുന്നു. ദെൻ നമ്മൾ ബാങ്കിങ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് വരുന്നു. ബാങ്ക് റെക്കൺസിലേഷനിലേക്ക് വരുന്നു. അവിടെ ബാങ്ക് കാണും, ഫെഡറൽ ബാങ്ക്. ആ ഫെഡറൽ ബാങ്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഡീറ്റെയിൽസ് കാണാം. ഇപ്പം മിക്കവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ബാങ്ക് റെക്കൺസിലേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? റെക്കൺസിലേഷൻ ചെയ്ത കാര്യങ്ങൾ എങ്ങനെ എടുക്കാൻ പറ്റും, കാണാൻ പറ്റും? സാധാരണ രീതിയിൽ F12 കോൺഫിഗറേഷൻ പ്രസ് ചെയ്തിട്ട് ഷോ റെക്കൺസൈൽഡ് വൗച്ചർ ഓൾസോ എന്ന് പറയുന്ന ഭാഗം ERP9 പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ബേസിസ് ഓഫ് വാല്യൂസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. കൺട്രോൾ ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ
അവിടെ നമുക്ക് ഇൻക്ലൂഡ് റെക്കൺസിലേറ്റഡ് ട്രാൻസാക്ഷൻ എന്നുള്ളത് ഒന്ന് യെസ് ആക്കി കൊടുത്തെങ്കിൽ മാത്രമേ റെക്കൺസിലേഷൻ ചെയ്ത ട്രാൻസാക്ഷൻ ഇവിടെ കാണാൻ പറ്റുള്ളൂ. അപ്പം ബാങ്ക് റെക്കൺസിലേഷൻ ചെയ്യുന്നവർ ഒരു കാര്യം കൂടെ ഓർത്തോണം. ഓൾറെഡി നമ്മൾ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. കുറച്ച് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിരുന്നു എങ്ങനെയാണ് റെക്കൺസിലേഷൻ ചെയ്ത കാര്യങ്ങൾ കൂടെ എങ്ങനെ എടുക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ റെക്കൺസിലേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും കാര്യങ്ങളിലൊന്ന് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിസ് ഓഫ് വാല്യൂസ് എന്നുള്ള ഭാഗം എടുക്കുക, അതിൽ ഇൻക്ലൂഡ് റെക്കൺസീൽഡ് ട്രാൻസാക്ഷൻ ഓൾസോ എന്നുള്ളത് യെസ് ആക്കിയാൽ നമുക്കത് കാണാൻ പറ്റും. ഇത് ചിലപ്പോൾ നോ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ഓർത്തോണം. ഓക്കെ, അപ്പം ബാങ്കിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതേപോലെ തന്നെയുണ്ട്. ഇനി എന്താണ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. ഗേറ്റ് വേ ഓഫ് ടാലിയിൽ നമുക്ക് ഡിസ്പ്ലേ എടുത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ, ട്രയൽ ബാലൻസ്, ഡേ ബുക്ക്, അക്കൗണ്ട് ബുക്ക്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സ്, ദെൻ ഇൻവെൻട്രി ബുക്ക്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻട്രി, ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്, ലിസ്റ്റ് ഓഫ് അക്കൗണ്ട്, എക്സെപ്ഷണൽ റിപ്പോർട്ട്, ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഓരോ കാര്യം എടുക്കാൻ വേണ്ടി അക്കൗണ്ട്സിൽ വരും. ലെഡ്ജർ ബാലൻസ് എടുക്കാൻ ലെഡ്ജർ എടുക്കും, സെയിൽസ് രജിസ്റ്റർ കാണാൻ സെയിൽസ് എടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഗേറ്റ് വേ ഓഫ് ടാലി, ഡിസ്പ്ലേ, അക്കൗണ്ട് ബുക്ക്, എസ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് രജിസ്റ്റർ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇല്ലേ. ഇതാണ് നമ്മുടെ ടാലി ERP9 ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ടാലി മറ്റുള്ള വേർഷൻസിലെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഒരു മെനുവിൽ നിന്ന് അടുത്ത മെനുവിലേക്ക് പോയി വീണ്ടും അടുത്ത മെനുവിലേക്ക് പോയി അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ടാലി പ്രൈമിൽ നമുക്ക് ഈസി ആക്സസ് ആയിട്ടൊരു കാര്യം വന്നിട്ടുണ്ട്. ഗേറ്റ് വേ ഓഫ് ടാലി തന്നെ അതിനുള്ള ആൻസർ ഉണ്ട്. ഞാൻ നേരത്തെ ഇപ്പോൾ എടുത്ത കാര്യം തന്നെ എടുക്കാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ട്സ്, നേരെ അക്കൗണ്ട് ബുക്കിലേക്ക് പോകുന്നു, അതിൽ ലെഡ്ജർ എടുക്കുന്നു, ഏതെങ്കിലും ഒരു ലെഡ്ജറിൻ്റെ ബാലൻസ് എനിക്ക് കാണണം, ജസ്റ്റ് എൻ്റർ ചെയ്യുന്നു ഇല്ലേ. SAB എന്ന് പറയുന്ന ഒരാളുടെ 25 ലാഖിൻ്റെ ഒരു സെയിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇതിപ്പോൾ ഞാൻ ചെയ്തത് ERP9 എടുക്കുന്ന പോലെയാണ് ചെയ്തത്. ഡിസ്പ്ലേ, അക്കൗണ്ട് ബുക്ക്, സെയിൽസ് ലെഡ്ജർ, ആ ലെഡ്ജറിനകത്ത് സെയിൽസ് എടുക്കുകയാണ് ചെയ്തത്. എനിക്ക് ജസ്റ്റ് ഗേറ്റ് വേ ഓഫ് ടാലി നിന്നുകൊണ്ട് തന്നെ ഈ കാര്യത്തിലേക്ക് പോവാം. അതാണ് ഈ ഗോ ടു. ഇതാണ് പുതിയ ബട്ടൺ. ഈ ഗോ ടുവിൽ പ്രസ് ചെയ്യുന്നു. നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മാത്രം മതി എന്താണ് നിങ്ങൾക്ക് കാണേണ്ടത്. ഇപ്പോൾ എനിക്ക് സെയിൽസ് ആണെങ്കിൽ സെയിൽസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നോക്കിയേ, സെയിൽസ് രജിസ്റ്റർ വന്നു കഴിഞ്ഞു. ജസ്റ്റ് സെലക്ട് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്തു, കണ്ടോ നേരെ അതിലേക്ക് പോകും. എനിക്കൊരു പാർട്ടിയുടെ ഡീറ്റെയിൽസ് അറിയണം. വീണ്ടും നമുക്ക് Alt G ആണ് ഗോ ടു എന്ന് പറയുന്ന ബട്ടൺ. Alt G. ഞാനിവിടെ SAB എന്ന് പറയുന്ന പാർട്ടി എനിക്ക് അറിയണം. എന്താണ്? ലെഡ്ജറാണ് അറിയേണ്ടത്. ലെഡ്ജർ എന്നെടുത്തു കഴിഞ്ഞപ്പം തന്നെ ലെഡ്ജറിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വന്നു. ലെഡ്ജർ മന്ത്ലി സമ്മറി എടുത്തു. ഇതിലേതാണ് എനിക്ക് അറിയേണ്ടത്? SAB എന്ന് പറയുന്നത്. ആ എമൗണ്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. ഒന്നുകൂടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുൾ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇങ്ങനെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ടാലി പ്രൈം. ഏതാണ് മെനു? ഗോ ടു. അപ്പോൾ ഏറ്റവും ഈസി ആക്സസ് ഉള്ള ഒരു സെർച്ചിങ് മെനു പോലെയാണ് ഈ ഗോ ടു. എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടെ നിന്നൊരു ക്രിയേറ്റ് മാസ്റ്റർ ചെയ്യാം, ഓൾട്ടർ മാസ്റ്റർ അതും ചെയ്യാം, ഷോ മോർ ഇതെടുത്തു കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും കാണാം. നമുക്ക് കോമൺ റിപ്പോർട്ടായിട്ടുള്ള കാര്യമുണ്ട്. ഫൈനൽ അക്കൗണ്ട് റിപ്പോർട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഫൈനൽ അക്കൗണ്ട് റിപ്പോർട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം ഡീറ്റെയിൽസ് നമുക്കിവിടെ കിട്ടും. ഈ റിസീവബിൾ ആൻഡ് പേയബിൾ റിപ്പോർട്ടാണെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം ഡീറ്റെയിൽസ് കിട്ടും. ക്യാഷ് ആൻഡ് ഫണ്ട് ഫ്ലോ റിപ്പോർട്ടാണെങ്കിൽ അത് മാത്രം നമുക്കിവിടെ അവൈലബിൾ ആണ്. ബാങ്കിങ് യൂട്ടിലിറ്റീസ് ആണെങ്കിൽ ബാങ്ക് റെക്കൺസിലേഷനിൽ തുടങ്ങുന്ന എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ലെഡ്ജർ റിപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ ലെഡ്ജറിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഗ്രൂപ്പ് റിപ്പോർട്ട്, അതേപോലെ വൗച്ചർ റിപ്പോർട്ട്, രജിസ്റ്റേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റർ, സ്റ്റോക്ക് ഐറ്റം റിപ്പോർട്ട്, സ്റ്റോക്ക് ഗ്രൂപ്പ് റിപ്പോർട്ട്, സ്റ്റോക്ക് മൂവ്മെൻറ്റ് റിപ്പോർട്ട്, കോസ്റ്റ് അനാലിസിസ്, GST റിപ്പോർട്ട്. കണ്ടോ 1, 2. അപ്പോൾ എന്ത് കാര്യം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതിൽ പോയാൽ മതി? ഗോ ടു എന്ന് പറയുന്ന ബട്ടണിലേക്ക് പോയാൽ മതി. ഇപ്പോൾ ടാലി പ്രൈമിൻ്റെ വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് ബട്ടനാണ് ഗോ ടു ബട്ടൺ. എവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനിപ്പോൾ അക്കൗണ്ടിങ് വൗച്ചറി വന്നു, സെയിൽസ് വൗച്ചറി എടുത്തു. സെയിൽസ് വൗച്ചറി നിൽക്കുമ്പോഴാണ് പറയുന്നത് എനിക്കൊരു ഡീറ്റെയിൽസ്, ഒരു ലെഡ്ജറിൻ്റെ ഡീറ്റെയിൽസ് കാണണം. നമ്മളപ്പോൾ എന്ത് ചെയ്യും? നേരെ എസ്കേപ്പ് ചെയ്യും. എവിടെ നിന്ന് വന്നു? സെയിൽസിലായിരുന്നു നിന്നോണ്ടിരുന്നത്, അവിടുന്ന് നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇനി എക്സിറ്റ് ചെയ്യണ്ട, നിങ്ങൾ സെയിൽസിൽ തന്നെ നിന്നോളൂ. എന്നിട്ട് അവിടെ നിന്ന് നേരെ എന്തിലേക്ക് പോന്നു? ഗോ ടു. എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? ലെഡ്ജർ ഡീറ്റെയിൽസ്. ഓക്കെ, ലെഡ്ജർ മന്ത്ലി സമ്മറി എടുത്തു.
അതിൽ ആരുടെയാണ് ഡീറ്റെയിൽസ്? എന്താ GST സെയിൽസ്, ഓക്കെ നോക്കി, ഇത്രയാണ്. ഒന്നുകൂടെ എൻട്രി ചെയ്ത് നോക്കി, ഓക്കെ ആ ട്രാൻസാക്ഷൻ നോക്കി, ഓക്കെ ഫൈൻ. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യുന്നു. എസ്കേപ്പ് 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 എസ്കേപ്പ്. എവിടെയാണ് നിൽക്കുന്നത്? സെയിൽസിൽ തന്നെ. വീണ്ടും നമുക്ക് ഇവിടുന്ന് സെയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഒരു ക്യാഷ് എൻ്റർ ചെയ്തു, ക്യാഷ് ബില്ല് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ബില്ല് കീബോർഡ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഒരെണ്ണം ഞാൻ ജസ്റ്റ് എൻ്റർ ചെയ്തു. 550 രൂപയാണ് ഇൻക്ലൂസീവ് ടാക്സ്. ഓക്കെ അത് കൊടുത്തു. ഇത്രയും വരെ കൊണ്ട് എത്തിച്ചപ്പോഴാണ് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ആ ലെഡ്ജർ ഡീറ്റെയിൽസ് അറിയണം. ഓക്കെ നമ്മളിത് ഹോൾഡ് ചെയ്ത് വെച്ചു. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇവിടുന്ന് എക്സിറ്റ് ചെയ്യും, എസ്കേപ്പ് ചെയ്ത് വെളിയിൽ പോകും. എസ്കേപ്പ് ചെയ്ത് വെളിയിൽ പോയിട്ടാണ് നമ്മൾ നോക്കുന്നത്. വേണ്ട, ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഗോ ടുയിലേക്ക് പോകുന്നു. നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് അറിയണം. യെസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സെയിൽസ് എത്രയുണ്ട്? 25 lakh. ഓക്കെ ഫൈൻ. വീണ്ടും അവിടെ നിന്നിട്ട് ബാലൻസ് ഷീറ്റിലേക്ക് ഒന്ന് പോകണം. ഓക്കെ ബാലൻസ് ഷീറ്റ് എടുത്തു. ബാലൻസ് ഷീറ്റിൽ എത്രയാണ്? 1,25,000. ഓക്കെ ആ ഒരു ഡീറ്റെയിൽസ് കണ്ടു. വീണ്ടും നമുക്ക് ക്യാഷ് ആൻഡ് ബാങ്ക് ബുക്കിലേക്ക് ഒന്ന് പോകണം. ഓക്കെ അതിലേക്ക് പോയി. കണ്ടോ, ഗോ ടുയിൽ പോവാണ്. ഞാൻ എവിടെ സെയിൽസ് ബില്ല് പകുതിക്ക് വെച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് ആ റിസീവബിൾ എത്രയാണെന്നൊന്ന് കണ്ടു. ഇത്രയും ചെയ്തതിന് ശേഷം ഞാനൊന്ന് എസ്കേപ്പ് ചെയ്യുന്നു, എസ്കേപ്പ് ചെയ്യുന്നു, എസ്കേപ്പ് ചെയ്യുന്നു, എസ്കേപ്പ് ചെയ്തു. കണ്ടോ, സെയിൽസ് ഇവിടെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി എനിക്കിനി ബാക്കി ഇതിൻ്റെ കണ്ടിന്യൂഷൻ ചെയ്താൽ മതി. നേരെ വരുന്നു, അതിൻ്റെ ടാക്സും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നു, CGST കൊടുക്കുന്നു, SGST കൊടുക്കുന്നു, റൗണ്ട് ഓഫ് ഉണ്ടെങ്കിൽ റൗണ്ട് ഓഫ് കൊടുക്കുന്നു. അല്ലെങ്കിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക, റൗണ്ട് ഓഫ്. ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് നമുക്ക് ഏത് ലെഡ്ജറും എവിടെ വേണമെങ്കിൽ നിന്നും ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് അറിയാം നിങ്ങൾക്ക്. ഓക്കെ അത് സേവ് ചെയ്യുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് വന്നു, ദെൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഈസി ആക്സസിബിലിറ്റി ഏതിലുണ്ട്? ഗോ ടു ബട്ടൺ ഉണ്ട്. അപ്പോൾ ഗോ ടു ബട്ടൺ ഏത് സ്ക്രീനിലും ഇത് അവൈലബിൾ ആണെന്നുള്ളതാണ്. ഓക്കെ ടാലി ERP9 ഈ ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. ഇത് ടാലി പ്രൈമിൽ മാത്രമുള്ള ഒരു അഡ്വാൻറ്റേജാണ്. ടാലി ERP9 നമുക്ക് ഏതൊക്കെ റിപ്പോർട്ടിൽ പോകണമെങ്കിലും ഡിസ്പ്ലേയിൽ വരുന്നു, അക്കൗണ്ട് ബുക്ക് എടുക്കുന്നു, ലെഡ്ജർ എടുക്കുന്നു, എന്നിട്ട് ഡീറ്റെയിൽസ് നോക്കുന്നു ഇല്ലേ. നമ്മളിപ്പോൾ അക്കൗണ്ടിങ് വൗച്ചറിൽ നിന്ന് സെയിൽ ബില്ല് അടിക്കാൻ നേരം അപ്പം പെട്ടെന്ന് പറയുകയാണ് നമുക്കൊരു ഇവിടെ മുകളിലൊരു ഓപ്ഷൻ ഇല്ല, നമ്മളിവിടെ നിന്ന് എക്സിറ്റ് ചെയ്യും. എക്സിറ്റ് ചെയ്തപ്പോൾ ആ ബില്ലങ്ങ് പോയി. അപ്പോൾ നമുക്കൊരു ബില്ല് ഹോൾഡ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ചെയ്യാനും റിപ്പോർട്ടിലേക്ക് പോകാനുമുള്ള ഒരു ഫെസിലിറ്റി ടാലി പ്രൈമിലുണ്ട്. സോ ഗോ ടു ബട്ടൺ എന്ന് പറയുന്നത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ ടാലി പ്രൈം. ഓക്കെ ഇനി നമുക്ക് വൗച്ചറിലേക്കൊന്ന് വരാം. അപ്പോൾ വൗച്ചറിലേക്ക് ഞാൻ വരികയാണ്. ഇപ്പോൾ വൗച്ചറിൽ നിങ്ങൾക്ക് കാണാം കോൺട്രാ വൗച്ചർ, പേയ്മെൻറ്റ് വൗച്ചർ, റെസിപ്റ്റ് വൗച്ചർ, ജേണൽ, സെയിൽസ്, പർച്ചേസ്, അതർ വൗച്ചേഴ്സ് എന്നും പറഞ്ഞിട്ടൊരു ബട്ടണുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നോക്കുമ്പോൾ നോക്കിയേ മറ്റുള്ള വൗച്ചേഴ്സ് കാണാം. മറ്റുള്ള വൗച്ചേഴ്സ് എന്ന് പറയുന്നത് ക്രെഡിറ്റ് നോട്ടും ഡെബിറ്റ് നോട്ടുമാണ് ഇവിടെ ഉള്ളത്. ബൈ ഡിഫോൾട്ടായിട്ടുള്ള ഇൻവെൻട്രി വൗച്ചർ, ഫിസിക്കൽ സ്റ്റോക്ക് ആൻഡ് സ്റ്റോക്ക് ജേണൽ. ഇനി ബാക്കിയുള്ളത് കാണണമെന്നുണ്ടെങ്കിൽ ഷോ ഇനാക്റ്റീവ് ഉണ്ട്, അതിലേക്ക് വരുന്നു. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഐറ്റം ഇനാക്റ്റീവ് ആയിട്ടുള്ളതുണ്ട്. ഇതിലേതെങ്കിലും നമുക്ക് ആക്റ്റീവ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എനിക്കൊരു പർച്ചേസ് ഓർഡറിൻ്റെ വേണം. ഞാൻ ആ പർച്ചേസ് ഓർഡറിൽ കൊണ്ടുപോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം യു നീഡ് ടു ആക്ടിവേറ്റ് പർച്ചേസ് ഓർഡർ വൗച്ചർ ടൈപ്പ്. ആക്റ്റീവ്നോ യെസ് ആക്കിയാൽ മതി. എനിക്കെന്ത് ചെയ്യാം? പർച്ചേസ് ഓർഡർ വൗച്ചർ ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ കോൺട്രായിലേക്ക് വന്നു, പേയ്മെൻറ്റിലേക്ക് വന്നു, റെസിപ്റ്റിലേക്ക് വന്നു. ഇതിലുള്ള ഒരു കാര്യം, ഇപ്പം ബൈ ഡിഫോൾട്ട് ടാലി ERP9 നമുക്കത് സിംഗിൾ എൻട്രി മോഡിലേക്ക് മാറ്റാം അല്ലേ, അല്ലെങ്കിൽ ഡബിൾ എൻട്രി മോഡ്. ഇപ്പം നിങ്ങൾ കാണുന്ന ഡബിൾ എൻട്രി മോഡാണ്. നമുക്ക് ERP9 ഒന്ന് പോയിട്ട് വരാം. ഇപ്പോൾ ERP9 അക്കൗണ്ടിങ് വൗച്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാ, പേയ്മെൻറ്റ്, റെസിപ്റ്റ് ഇല്ലേ. ഇത് നമുക്ക് സിംഗിൾ എൻട്രി മോഡിലേക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുക? ഇത് കോൺഫിഗർ ചെയ്യണം. F12 പ്രസ് ചെയ്യണം. F12 പ്രസ് ചെയ്തിട്ട് യൂസ് സിംഗിൾ എൻട്രി മോഡ് എന്നുള്ള എസ് ആക്കി കഴിയുമ്പോൾ സിംഗിൾ എൻട്രി മോഡ് കിട്ടും. ആദ്യമേ നമ്മൾ ടാലി ERP9 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വൗച്ചേഴ്സ് എല്ലാം ഇങ്ങനെയാണ്. പിന്നീടാണ് നമ്മൾ ഡബിൾ എൻട്രിയിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ സിംഗിൾ എൻട്രിയിലേക്ക് കൊണ്ടുവരും. അതിനെന്താണ്? കോൺഫിഗർ. F12 പ്രസ് ചെയ്യും. പ്രസ് ചെയ്തിട്ട് സിംഗിൾ എൻട്രി മോഡ് അത് നോ ആക്കി കഴിഞ്ഞാൽ ഡബിൾ എൻട്രി മോഡിലേക്ക് കിട്ടും ഇല്ലേ. ഇത്രയും കാര്യങ്ങൾ ചെയ്യണമായിരുന്നു ഏതിൽ? ERP9. ഇനി പ്രൈമിൽ എന്താണ് വ്യത്യാസം? ഇപ്പം പ്രൈമിൽ ഡബിൾ എൻട്രി മോഡിലാണ് നിൽക്കുന്നത്. ഇത് പർട്ടിക്കുലേഴ്സ് ഡെബിറ്റ് ക്രെഡിറ്റ്. എനിക്കിത് സിംഗിൾ എൻട്രി മോഡിലേക്ക് മാറ്റണം. F12 കോൺഫിഗർ എന്ന് പറയുന്നതിലേക്കല്ല പോണത്. പിന്നെ എന്താണ്?
നമുക്കിവിടെ പുതിയൊരു കാര്യമുണ്ട്. ചേഞ്ച് മോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ വന്നിട്ടുണ്ട്. ഈ ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കുണ്ട് ഡബിൾ എൻട്രി ആൻഡ് സിംഗിൾ എൻട്രി. ഞാൻ സിംഗിൾ എൻട്രി എടുക്കുന്നു, ഇതേ സിംഗിൾ എൻട്രി കിട്ടി. വീണ്ടും ചേഞ്ച് മോഡ്, ഡബിൾ എൻട്രി. ഇപ്പം കൺട്രോൾ എച്ച് എന്നുള്ള കീ ആണ്. കൺട്രോൾ എച്ച് എന്നുള്ള കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡബിൾ എൻട്രി മോഡോ അല്ലെങ്കിൽ വീണ്ടും കൺട്രോൾ എച്ചിലേക്ക് പോയിട്ട് സിംഗിൾ എൻട്രി മോഡിലേക്കോ മാറ്റാം. ഈ വൗച്ചറിൽ നിന്നുകൊണ്ട് നമുക്ക് ഏതെങ്കിലും റിപ്പോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് എക്സിറ്റ് ചെയ്യേണ്ട. പിന്നെ എന്ത് ചെയ്താൽ മതി, ഓൾട്ട് ജി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗോ ടു എന്ന് പറയുന്ന മെനു ആക്റ്റീവായി. ആ ഗോ ടു മെനുവിൽ നിന്ന് നമുക്ക് ഏത് റിപ്പോർട്ടിലേക്ക് പോകാനുമുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട്. ഓക്കെ, ദെൻ മോർ ഡീറ്റെയിൽസ്. ഓരോ പർട്ടിക്കുലർ വൗച്ചറിലും കാണുന്ന വൗച്ചർ നറേഷൻ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിവിടെ കൊണ്ടുവരാം. ഓരോ വൗച്ചറിനനുസരിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മുടെ വൗച്ചേഴ്സിനെ കുറിച്ചുള്ള അത്യാവശ്യം ധാരണകളായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പേയ്മെൻ്റ് എന്ന് പറയുന്നതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെബിറ്റ് നോട്ട് നമുക്ക് കാണാം. റെസിപ്റ്റ് നോട്ടിൻ്റെ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്രെഡിറ്റ് നോട്ട് കാണാം. ജേണലിൽ നമുക്കിവിടെ ഒരു ലൈനുണ്ട്, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിസിക്കൽ സ്റ്റോക്കും സ്റ്റോക്ക് ജേണലും കാണാം. സെയിൽസിന് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി നോട്ട് ആൻഡ് സെയിൽസ് ഓർഡർ കാണാം. പർച്ചേസിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെസിപ്റ്റ് നോട്ട് ആൻഡ് പർച്ചേസ് ഓർഡർ കാണാം. അതർ വൗച്ചർ എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ ഓരോ വൗച്ചറും ഹൈഡായിട്ട് കിടപ്പുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്റ്റീവ് ആക്കാനുള്ള ഫീച്ചറാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെയുണ്ട്. ഓരോ ബട്ടണും എന്തുണ്ട്, സൈഡിൽ ഓരോ ക്ലിക്ക് ചെയ്യാനുള്ള ആരോ കീസ് ഉണ്ട്. ആരോ കീസിൽ നിന്ന് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓരോ ഐറ്റവും ഓരോ വൗച്ചറും കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ERP9 ടാലി പ്രൈമും തമ്മിലുള്ള വൗച്ചറിൻ്റെ വ്യത്യാസം. ഇനി നമ്മൾ സെയിൽസ് വൗച്ചറിലേക്ക് വരാം. F8 സെയിൽസ് നമുക്കറിയാം. നമുക്ക് ക്രെഡിറ്റ് സെയിൽസും ഡെബിറ്റ് ക്യാഷ് സെയിൽസും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ്. നമുക്കിവിടെയും ഇതേപോലെ ചേഞ്ച് മോഡുണ്ട്. അപ്പം പർച്ചേസിനും സെയിൽസിനുമുള്ള ചേഞ്ച് മോഡും കൂടെ ഞാനൊന്ന് പറയാം. ചേഞ്ച് മോഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം ഇൻവോയ്സ് ആണോ, അക്കൗണ്ടിങ് ഇൻവോയ്സ് ആണോ, ആസ് വൗച്ചർ മോഡാണോ എന്നുള്ളത് ചോദിക്കും. ഞാൻ ആസ് വൗച്ചർ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് വരും സ്ക്രീൻ. വീണ്ടും നമ്മൾ ചേഞ്ച് മോഡിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഇൻവോയ്സ് ആണെങ്കിൽ പർട്ടിക്കുലേഴ്സ് റേറ്റ് എമൗണ്ട് എന്നുള്ള രീതിയിൽ വരും. വീണ്ടും ഞാൻ ചേഞ്ച് മോഡിലേക്ക് മാറ്റിയിട്ട് ഐറ്റം ഇൻവോയ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെയാണ് നെയിം ഓഫ് ഐറ്റം, ക്വാണ്ടിറ്റി, ഇനിയും റേറ്റ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ്. ഇത് നമ്മൾ കോൺഫിഗറേഷനിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഇവിടെ നമ്മളൊരു വാല്യൂ റൗണ്ട് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് ടാക്സ് കട്ട് ചെയ്തിട്ടുള്ള എമൗണ്ട് ഇവിടെ വന്നോളും. അത് കോൺഫിഗറിലാണ് ചെയ്യുന്നത്. കോൺഫിഗറിലേക്ക് വന്നു കഴിയുമ്പം GST ഡീറ്റെയിൽസ് ഉണ്ട്. ആ GST ഡീറ്റെയിൽസിനകത്ത് മോഡിഫൈഡ് ടാക്സ് റേറ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. അതുകൂടാതെ തന്നെ ടാക്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇവിടെ പ്രൊവൈഡ് റേറ്റ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഫോർ സ്റ്റോക്ക് ഐറ്റം. ഇത് ആക്കിയത് കൊണ്ടാണ് നമുക്ക് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് എന്ന് പറയുന്ന പോർഷൻ നമുക്ക് കിട്ടിയത്. പിന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം എനേബിൾ ചെയ്താൽ മതി. കാരണം മറ്റേത് യെല്ലോ സ്ക്രീൻ ആദ്യം വരും. ആ യെല്ലോ സ്ക്രീനൊക്കെ മാറ്റാനും ഒക്കെ ആയിട്ടുള്ള സപ്ലിമെൻ്ററി ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. അതിൽ നമുക്ക് ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ടാണ്. അത് നമുക്ക് ഹൈഡ് ചെയ്യാനും ആക്റ്റീവ് ആക്കാനുമുള്ള ഫെസിലിറ്റി ഉണ്ട്. അത് കോൺഫിഗറേഷനിൽ തന്നെയാണ്. അപ്പോൾ വൗച്ചറിൽ നിന്നുള്ള കാര്യങ്ങൾ ഇത്രയുമാണ് അത്യാവശ്യം പറയാനും അറിയാനുമുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി ടാലി പ്രൈമിൻ്റെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ട് അതിലേക്ക് പോകാം. ഡിസ്പ്ലേ മോർ റിപ്പോർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം ഗേറ്റ് വേ ഓഫ് ടാലി ഡേ ബുക്ക് ഉണ്ടായിരുന്നു. അതേപോലെ ഡിസ്പ്ലേ മോർ റിപ്പോർട്ടിൻ്റെ അതും ഡേ ബുക്ക് ഉണ്ട്. ക്യാഷ് ഫ്ലോ, ഫണ്ട് ഫ്ലോ എന്ന് പറയുന്ന ഭാഗം വന്നിട്ടുണ്ട്. അക്കൗണ്ട് ബുക്കും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സും ഉണ്ട്. ഇൻവെൻറ്ററി ബുക്ക് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻറ്ററി നേരത്തെ ഉള്ളതുപോലെ തന്നെ. ദെൻ GST റിപ്പോർട്ട്. നമുക്ക് അക്കൗണ്ടിങ് റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. അക്കൗണ്ടിങ് റിപ്പോർട്ടിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ രജിസ്റ്ററായിട്ട് വന്നിട്ടുണ്ട്. സെയിൽസ് രജിസ്റ്ററും പർച്ചേസ് രജിസ്റ്ററുമായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത് അല്ലേ. കോൺട്രാ രജിസ്റ്റർ വന്നു. കോൺട്രാ എൻട്രീസ് മാത്രം കാണാം. പേയ്മെൻറ്റ് രജിസ്റ്റർ വന്നു. റെസിപ്റ്റ് രജിസ്റ്റർ വന്നു. ജേണലിൻ്റെ അകത്ത് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് രജിസ്റ്റർ ഓൾറെഡി ഉണ്ടായിരുന്നതാണ്. സെപ്പറേറ്റ് മെനു ആയിട്ടാണ്. പക്ഷേ നമുക്ക് 3 രജിസ്റ്ററും കൂടെ സെപ്പറേറ്റ് വന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റല്ലെങ്കിൽ നമ്മൾ ഡിസ്പ്ലേ ഡേ ബുക്കിൽ പോയിട്ട് F4 പ്രസ് ചെയ്തിട്ട് ചേഞ്ച് വൗച്ചർ ടൈപ്പ് എടുത്തിട്ടായിരുന്നു നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരുന്നത്. അതുകൂടാതെ നമ്മളിപ്പം ടാലി പ്രൈമിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഭാഗം വന്നു. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട്സിൽ ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഭാഗം. ഇൻവെൻറ്ററി ബുക്കിനകത്ത് നേരത്തെയുള്ള അതേ ഡീറ്റെയിൽസൊക്കെ തന്നെ. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻവെൻറ്ററിക്കകത്തും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. GST റിപ്പോർട്ടിനകത്ത് ഈ ഇൻവോയ്സ്, വേ ബില്ല്,
പോലെയുള്ള കാര്യങ്ങൾ കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ ആക്സസിബിലിറ്റി കൂട്ടി എന്നുള്ളതാണ് മറ്റൊരു ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലെ മറ്റൊരു ഭാഗം, ഇപ്പം നമ്മൾ ചേഞ്ച് വാല്യൂ, ബേസിസ് ഓഫ് വാല്യൂ എന്നൊക്കെ പറയുന്നൊരു ഭാഗം കൂടെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രീതിയിലും കൂടെ നമുക്കിതിനകത്ത് നോട്ട് ചെയ്യാവുന്നതാണ്. ബേസിസ് ഓഫ് വാല്യൂ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ഇൻക്ലൂഡിങ് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിൽ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ എസ് ആക്കി കഴിഞ്ഞാൽ ആ ബേസിൽ നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ ബേസിൽ കാണാം. വീണ്ടും ബേസിൽ മാറ്റിയിട്ട് ഇത് വർക്കിംഗ് ക്യാപിറ്റൽ നോ കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ ബാലൻസ് ഷീറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യം. ചേഞ്ച് വ്യൂ, അത് വെർട്ടിക്കൽ വേണമെന്നുണ്ടെങ്കിൽ വെർട്ടിക്കലാക്കാം, ഹൊറിസോണ്ടൽ വേണമെങ്കിൽ ഹൊറിസോണ്ടലാക്കാം. ആ രീതിയിലുള്ള ചേഞ്ച് വ്യൂ വന്നിട്ടുണ്ട്. എക്സെപ്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് ലെഡ്ജേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും എന്നുള്ളതാണ് മറ്റൊരു ഭാഗം. അപ്പോൾ അങ്ങനെയൊരു ഭാഗമുണ്ട്. പിന്നെ വാല്യുവേഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്. ആ വാല്യുവേഷനകത്ത് നമുക്ക് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഡിസ്പ്ലേ ചെയ്യിക്കാം റിപ്പോർട്ടുകൾ. അപ്പം ബേസിസ് ഓഫ് വാല്യൂ എന്ന് പറയുന്നൊരു ഭാഗം ഈ ടാലി പ്രൈമുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ സ്ക്രീനിലും റിപ്പോർട്ടിങ്ങിലൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം. ടാലി ERP9 എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരു സെയിൽസ് ബില്ല് നമ്മൾ എൻറ്റർ ചെയ്യുമ്പം ആ സെയിൽസ് ബില്ലിൽ ഒരുപാട് കണ്ടൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ബില്ലിലേക്ക് പോകാൻ പറ്റില്ല, ഇല്ലേ? അല്ലെങ്കിൽ 1-2 പേജുകളിലേക്കൊക്കെ വരുന്നു എന്നുള്ള ഒരു കാര്യം പറയുമായിരുന്നു. നമ്മളൊരു ബില്ല് പ്രിൻ്റ് ചെയ്യുമ്പം ആ പ്രിൻറ്റിനകത്ത് അത്യാവശ്യം കോൺഫിഗർ ചെയ്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇതാണ് നമ്മുടെ കോൺഫിഗറേഷൻ. ഒരു ബില്ല് പ്രിൻ്റ് ചെയ്യാൻ നേരം പ്രിൻറ്റിങ് മെനു വരും, ഓൾട്ട് P പ്രസ് ചെയ്യും, ദെൻ F12 കോൺഫിഗർ വന്നിട്ട് നമ്മൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഏസ് ആൻഡ് എനേബിളൊക്കെ ചെയ്യും, ഡിസേബിൾ ചെയ്യും. ഇങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്കൊരു അത്യാവശ്യം ബില്ലൊക്കെ നമ്മൾ എടുക്കുന്നത്. പക്ഷേ ടാലി പ്രൈമിന് ഒരു പ്രത്യേകതയുണ്ട്. ടാലി പ്രൈമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു സെയിൽ ബില്ല് നമ്മൾ ബില്ല് ചെയ്യുവാണെങ്കിൽ, ഒരു സെയിൽ ബില്ലിലേക്ക് വരുന്നു. സെയിൽ ബില്ല് നമുക്കൊരു കാര്യം ചെയ്യാം. നേരത്തെ ചെയ്ത ഒരു ബില്ല്, ഈ ബില്ല് പ്രിൻ്റ് ചെയ്യണം. ഈ ബില്ല് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ P ആണ്, ഓൾട്ട് P അല്ല എന്നുള്ളതും കൂടെ പറയട്ടെ. കൺട്രോൾ P ആണ് നമുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ടാലി പ്രൈമിൻ്റെ കീ. നമ്മൾ പ്രിൻ്റ് എടുക്കുന്നു. പ്രിൻ്റ് എടുക്കാൻ വേണ്ടി ഇപ്പം ഇതിൻ്റെ അകത്ത് ടാക്സിൻ്റെ ഒരു ടേം ഇല്ല, അത് കറക്റ്റ് അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഒരു പ്രിൻറ്റിൻ്റെ മെനു വന്നു, കണ്ടോ? ഇവിടെ നമുക്ക് കോൺഫിഗർ ചെയ്യാം. ഈ കോൺഫിഗറിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഏസിനോ ആക്കണമെന്നുണ്ട്. ഇതിൽ മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പ്രിൻറ്റിങ്ങിൻ്റെ, കാരണം കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏതിലേക്കാണ് എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ടൈപ്പ് ചെയ്ത് വരാൻ വേണ്ടി പ്രിൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം ഇതിലേക്ക് വന്നു. ഞാൻ PR എന്ന് കൊടുത്തു. അപ്പോൾ ഹെഡർ ഇൻഫോർമേഷൻ ഒപ്റ്റിമൈസ് പ്രിൻറ്റിങ് ടു സേവ് പേപ്പർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്, കണ്ടോ? ഒപ്റ്റിമൈസ് പ്രിൻറ്റിങ് ടു സേവ് പേപ്പർ. ഇത് ഏസ് ആക്കി ഇടുന്നതാണ് നല്ലത്. കാരണം ഏസ് ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം പേപ്പേഴ്സിൽ കണ്ടൻറ്റ് കൊള്ളിക്കാം. ഇപ്പോൾ ഒരു ബില്ലിൽ തന്നെ 10, 20, 30 അതിനകത്തൊക്കെയുള്ള കാര്യങ്ങൾ നമുക്കിതിനകത്തേക്ക് കൊള്ളിക്കാൻ പറ്റും ഒരു പേജിൽ തന്നെ. ചിലതിനകത്താണെങ്കിൽ 3 പേജ് എന്നുള്ളത് നമുക്ക് 1 പേജോ അല്ലെങ്കിൽ 2 പേജിലേക്കൊക്കെ നമുക്ക് ഈ ഒരു സെറ്റിങ്സ് കൊണ്ട് മാറ്റാൻ പറ്റും. ഒപ്റ്റിമൈസ് പ്രിൻറ്റിങ് ടു സേവ് പേപ്പർ എന്ന് പറയുന്നൊരു ഭാഗം. അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ പ്രിൻറ്റിങ് കോൺഫിഗറേഷനിലെല്ലാം നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് പ്രിവ്യൂ നമുക്ക് കാണാം, പ്രിൻ്റ് ചെയ്താൽ എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാം എത്ര ഐറ്റം ഉണ്ട് എന്നൊക്കെയുള്ളത് ഇവിടെ കാണാം. ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ഐറ്റം ഉള്ള ഒരു കമ്പനിയിൽ ഞാനത് പ്രിൻറ്റിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു തരാം. വെയിറ്റ്. ഇതിപ്പോൾ അത്യാവശ്യം കുറച്ച് കണ്ടൻ്റുള്ള ഒരു ബില്ലാണ്. ഓക്കെ, ഇത് ഞാൻ ഒന്ന് പ്രിൻ്റ് എടുക്കാൻ പോവാണ്. കറണ്ട് പ്രിൻ്റ് കൊടുത്തു. ഞാൻ പ്രിവ്യൂ എടുക്കുവാണ്. പ്രിവ്യൂ എടുക്കുമ്പം നിങ്ങൾക്ക് കാണാം, കണ്ടോ? ഇപ്പം 32 ഐറ്റം വരെ ഒരൊറ്റ ബില്ലിലേക്ക് വന്നിട്ടുണ്ട്, ഒരൊറ്റ പേജിലേക്ക് വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഒപ്റ്റിമൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഞാനൊന്ന് കോൺഫിഗർ ചെയ്തിട്ട് ഒപ്റ്റിമൈസേഷൻ അത് നോ ചെയ്തു. ഒപ്റ്റിമൈസ് പേപ്പർ പ്രിൻറ്റിങ് എന്നുള്ളത് നോ ചെയ്തു. ജൻ പ്രിവ്യൂ എടുക്കുവാണ്. പ്രിവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിപ്പം 30, കണ്ടോ? 30 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ആ പേജ് അലൈൻമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വന്നു. നേരത്തെ 32 വരെ വന്നു, നേരത്തെ ഇപ്പം 30 വരെ വന്നു. അടുത്ത 2 അടുത്ത പേജിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര കണ്ടന്റ്, ഇപ്പം പേജിൻ്റെ സെറ്റിങ്സും കൂടെ മാറ്റിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് ഇതൊരൊറ്റ പേജിലേക്ക് മാറ്റാം. വീണ്ടും ഞാൻ കോൺഫിഗർ ചെയ്യുന്നു. ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്ന ഭാഗമുണ്ട്, അത് ഞാൻ ഏസ് ആക്കുന്നു. ഏസ് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ പ്രിവ്യൂ എടുക്കുവാണ്. നോക്കൂ,
അപ്പോൾ നേരത്തെ 30 വന്നത് ഇപ്പോൾ എത്രയായി? 32 എന്ന് പറയുന്നതിലേക്ക് വന്നു. അടുത്ത പേജ് ഇവിടം വരെ ടോട്ടൽ ചെയ്ത് കണ്ടിന്യൂസ് ടു സെക്കൻഡ് പേജാണ്. നമുക്ക് പേജ് അലൈൻമെൻറ്റും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽ കൂടുതലുള്ള ഐറ്റം അല്ലെങ്കിൽ ഒറ്റ പേജിലേക്ക് നമുക്കിത് കൊണ്ടുവരാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഒപ്റ്റിമൈസ് എന്ന് പറയുന്നൊരു സെക്ഷൻ. അപ്പം ടാലി പ്രൈമിൻ്റെ വൺ ഓഫ് ദി അഡ്വാൻറ്റേജ് ആണ് ഈ ഒരു ഭാഗം. അപ്പം തുടക്കക്കാരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ടാലി ERP9 നിന്ന് ടാലി പ്രൈമിലേക്ക് മാറുമ്പോൾ ഉള്ള കുറച്ച് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ എങ്ങനെയാണ് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആണ്, പെട്ടെന്ന് നമുക്ക് ഈ കാര്യങ്ങളിലേക്ക് വരാൻ പറ്റുമെന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഡേറ്റ ബാക്കപ്പ് ചെയ്യാൻ ഡേറ്റ മെനു ഉണ്ട്, ഡേറ്റ ബാക്കപ്പ് ആൻഡ് റീസ്റ്റോർ എന്നുള്ള ഭാഗം. ഇതിൽ തന്നെയാണ് സ്പ്ലിറ്റ് എന്നുള്ള ഭാഗമൊക്കെ വരുന്നത്. ഡേറ്റ പാത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്യാം, പുതിയ പാത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കോൺഫിഗർ ചെയ്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ അപ്പ് എന്നുള്ള യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്പെസിഫൈ ദ പാത്ത് അത് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതേപോലെ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും, മാസ്റ്റേഴ്സ് ട്രാൻസാക്ഷൻ ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. എക്സലിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ഭാഗമൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അല്ലെങ്കിൽ ഓരോ റിപ്പോർട്ട് എടുക്കുമ്പോഴും നമുക്കത് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏതിലേക്കാണ്? കറണ്ട് ആണ്. ഇത് ഏതിലേക്കാണ്? നമുക്ക് ഫയൽ ഫോർമാറ്റ് ഇവിടെ റൈറ്റ് സൈഡിലുണ്ട്, ക്ലിക്ക് ചെയ്യാം, നമുക്ക് ഫയൽ ഫോർമാറ്റ് കിട്ടും. ആ ഫയൽ ഫോർമാറ്റിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാം നമ്മൾ ERP9 ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ 2-3 കാര്യങ്ങളെന്ന് പറയുന്നത്, വൗച്ചർ ചെയ്യുമ്പം വൗച്ചർ ബട്ടന് ഒരു ആരോ കീസ് വന്നിട്ടുണ്ട്. അതേപോലെ ചേഞ്ച് മോഡ് എന്ന് പറയുന്നൊരു ഭാഗം വന്നിട്ടുണ്ട്. ഗോ ടു എന്ന് പറയുന്ന ബട്ടൺ വന്നിട്ടുണ്ട്. സെയിൽസ് ബില്ല് ചെയ്യുമ്പം നമുക്ക് ഓപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗം വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ അഡ്വാൻസ് ലെവലായിട്ടുള്ള കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പം മെയിൻലി നമ്മുടെ ഈ ഒരു ഭാഗം ക്രിയേറ്റ് ഓൾട്ടർ ചാർട്ട് ഓഫ് അക്കൗണ്ട്. ഇപ്പം ഡിസ്പ്ലേ ഡേ ബുക്കിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെ നമുക്ക് കുറച്ച് ബട്ടൺ ഉണ്ടായിരുന്നു ERP9. അതിവിടെ ഇല്ല. ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് ഡിലീറ്റ് എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം Alt D അല്ലേ? Alt D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് തന്നെയാണ്. പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് ഇതിനകത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും എത്ര പ്രാവശ്യം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതിയിൽ വരും. പഴയൊരു മാനുവൽ സിസ്റ്റത്തിൻ്റെ ഒരു കോൺസെപ്റ്റിലേക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു വേറൊരു എൻട്രി ആണല്ലോ നമ്മൾ ചെയ്യുന്നത്. ആ രീതിയിലേക്കൊക്കെ നമ്മൾക്ക് ഇത് കൊണ്ടുവരാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു യൂസർക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടാലി പ്രൈം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ടാലി പ്രൈമിൻ്റെയും അല്ലെങ്കിൽ മറ്റുള്ള തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ ഉടൻ തന്നെ ഉണ്ടാവും. ഇപ്പം നമ്മളൊരു ടാക്സിൻ്റെ GST എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ടാലിയിൽ ഒരു അടുത്ത ഒരു ഭാഗം, അതായത് ഒന്നിലധികം ടാക്സ് ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്കൊരു സെയിൽസ് ബില്ല് സെറ്റ് ചെയ്യാം, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇന്ന് ടാലി പ്രൈമും ടാലി ERPയും തമ്മിലുള്ള ഒരു ഭാഗം വളരെയധികം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻസുകൾ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക. നിങ്ങൾക്കിത് തീർച്ചയായും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഷിയാബ്സ് അക്കാഡമീസ് ടാലി ക്ലാസ്സസ്. അപ്പോൾ വീണ്ടും പുതിയൊരു ക്ലാസ്സുമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.